ഏതാണ്ട് 75ഓളം മലയാള സിനിമകളാണ് 1995 റിലീസായത്. അതിൽ 18 സിനിമകൾക്ക് മാത്രമാണ് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായത്. ജനുവരി 12 തിയേറ്ററിലെത്തിയ ജയറാമിന്റെ അനിയൻ ബാവ ചേട്ടൻ ബാവ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി. രാജസേനനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജനുവരി 26 റിലീസായ മോഹൻലാലിന്റെ നിർണയം തിയേറ്ററിൽ വിജയം നേടിയെടുത്തു. സംഗീത് ശിവനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഫെബ്രുവരി 2 തിയേറ്ററിലെത്തിയ ബാലു കിരിയത്തിന്റെ മിമിക്സ് ആക്ഷൻ 500 തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. മാർച്ച് 3 തിയേറ്ററിലെത്തിയ ജയരാജിന്റെ ഹൈവേ 95 വിജയ ചിത്രമായിരുന്നു. സുരേഷ് ഗോപി നായകനായ ഈ ആക്ഷൻ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് സാബ് ജോൺ ആയിരുന്നു. മാർച്ച് 30 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മോഹൻലാലിന്റെ സ്ഫടികം. ഭദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 95 ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി മാറി. മാർച്ച് 31 തിയേറ്ററിലെത്തിയ കമലിന്റെ മഴയത്തിന് മുൻപേ 95 സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി. മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ശ്രീനിവാസനായിരുന്നു. ഏപ്രിൽ 6 തിയേറ്ററിലെത്തിയ സിദ്ദിഖ് ലാൽ ടീമിന്റെ മാന്നാർ മത്തായി സ്പീക്കിംഗ് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി. 95 തിയേറ്ററിൽ വിജയം നേടിയ ചിത്രമായിരുന്നു ആലഞ്ചേരി തമ്പ്രാക്കൾ. സുനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് റോബിൻ തിരുമലയായിരുന്നു. ഏപ്രിൽ 13 തിയേറ്ററിലെത്തിയ കെ മധുവിന്റെ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി 95 വിജയം നേടിയ ചിത്രമായിരുന്നു. മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് SN സ്വാമിയായിരുന്നു. മെയ് 5 തിയേറ്ററിലെത്തിയ ജയറാമിന്റെ മിന്നാ മിനുങ്ങിനും മിന്നുകെട്ട് തിയേറ്ററിൽ വിജയം നേടി. തുളസീദാസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജൂൺ 2 തിയേറ്ററിലെത്തിയ ബാലു കിരിയത്തിന്റെ കളമശ്ശേരിയിൽ കല്യാണയോഗം 95 ഹിറ്റ് ചിത്രമായിരുന്നു. കലൂർ ഡെന്നിസ് ആയിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ജൂൺ 16 തിയേറ്ററിലെത്തിയ നിസാറിന്റെ 3 Men ആർമി 95 ഹിറ്റ് ചിത്രമായിരുന്നു. ഗോവർദ്ധനായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. ജൂലൈ 13 തിയേറ്ററിലെത്തിയ രാജസേനന്റെ ആദ്യത്തെ കൺമണി 95 സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി. ജയറാമിന്റെ 95 മൂന്നാമത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ആദ്യത്തെ കൺമണി. ഓഗസ്റ്റ് 4 തിയേറ്ററിലെത്തിയ ബാബു ആന്റണിയുടെ ചന്ത തിയേറ്ററിൽ വിജയം നേടി. സുനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് റോബിൻ തിരുമലയായിരുന്നു. സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തിയ മോഹൻലാലിന്റെ മാന്ത്രികം 95 ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി. തമ്പി കണ്ണന്താനമായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. നവംബർ 11 തിയേറ്ററിലെത്തിയ ഷാജി കലാസിന്റെ ദി കിങ് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി. സർവകാല റെക്കോർഡ് ഇനീഷ്യൽ കളക്ഷൻ നേടിയ ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് രഞ്ജി പണിക്കരായിരുന്നു. മമ്മൂട്ടിയുടെ തീ പാറുന്ന ഡയലോഗുകളായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡിസംബർ 25 തിയേറ്ററിലെത്തിയ വിനയന്റെ ശിപായി ലഹള. ശ്രീനിവാസൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം 95 ഹിറ്റ് ചിത്രമായി. ശ്രീനിവാസൻ, മുകേഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഡിസംബർ 25 തന്നെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു റാഫി മെക്കാട്ടിന്റെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമായി. 95 ജയറാം 4 ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. അവയിൽ 3 സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇങ്ങനെ 4 ഹിറ്റ് സിനിമകൾ നൽകിയതിലൂടെ 95 താരം ജയറാം തന്നെയായിരുന്നു.